നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. നല്ല മഴയുള്ള ദിവസമാണ് ഇന്നലെ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം മഴ, ഒരു ദിവസം വെയിൽ. നമ്മൾക്ക് യാതൊരു ശല്യവും ഇല്ല പ്രാവശ്യം മഴയെ കൊണ്ട്, അല്ലേ? ഒരു കാര്യത്തിനും ഒരു തടസ്സവും മഴയെ കൊണ്ടില്ല. പക്ഷെ നമുക്ക് വെള്ളം ഉണ്ടായാൽ മതി. മഴഞ്ഞ് നന്നായിട്ട് കൂടുന്നു വിചാരിക്കണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. ചക്കയുടെ സീസൺ കഴിഞ്ഞു, എന്നാലും ചക്കക്കുരു നമ്മൾ സൂക്ഷിച്ചു വെക്കും, അല്ലേ? ഇന്ന് ഞാൻ ചക്കക്കുരു കൊണ്ട് ഒരു പുതിയ വിഭവമാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ചക്കക്കുരുവിൽ നിറയെ വൈറ്റമിൻസും ഫൈബറും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അത് വെച്ചിട്ട് നല്ല ഒരു മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കണത്. എനിക്കിഷ്ടമാണ് കേട്ടോ ചക്കക്കുരു കൊണ്ട് മെഴുക്ക് വരട്ടി. നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് കുക്കറിൽ അങ്ങോട്ട് വേവിച്ചിട്ടുണ്ടല്ലോ, അതൊരു അടിപൊളി ഐറ്റമായിട്ട് മാറും. നമ്മൾ ഉണ്ടാക്കണതിനനുസരിച്ച് കേട്ടോ. അത് നമുക്ക് ചീത്തയായിട്ട് ഉണ്ടാക്കാം, നന്നാക്കിയിട്ട് ഉണ്ടാക്കാം. നമ്മളെപ്പോഴും ഒരു സാധനം ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ആ സാധനം നന്നാവും. എന്ത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടിയിട്ടും ഇഷ്ടത്തോടും കൂടിയിട്ടും ചെയ്യണം, എന്നാലേ ആ കാര്യം നന്നായി വരുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ എല്ലാം അങ്ങനെയാണ് ചെയ്യാറ്. എന്തു പണിയാണെങ്കിലും ഞാനത് സന്തോഷത്തോടു കൂടിയിട്ടാണ് ചെയ്യുള്ളൂ. ഒരിക്കലും നമ്മൾ മനസ്സിൽ വെറുത്തിട്ട് ഒരു കാര്യവും ചെയ്യരുത്. അത് ഒരിക്കലും നേരെയാവില്ല. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഗുണം കാണും. എനിക്ക് ആ വക കാര്യങ്ങളൊക്കെ നല്ല അനുഭവമാണ്. ചില കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ ആൾ നമ്മളെ അത് പറഞ്ഞു, ആ ആൾ നമ്മളെ ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് മനസ്സിലേക്ക് എടുത്തു നോക്കുമോ? ആരുടെ ശരീരം നാശാവുക? നമ്മളുടെ ശരീരം. എന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് ബുദ്ധിയില്ലാതെ പറയണതാവും. നമ്മളെന്തിനാ അങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് നമ്മളുടെ ശരീരം കേടുവരുത്തുന്നതെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളെ ഒരു കാര്യവും ബാധിക്കില്ല. ഞാൻ അങ്ങനെയാണ് ഇപ്പം തൊട്ട് വിചാരിക്കുന്നത്. പണ്ട് അങ്ങനെയായിരുന്നില്ല. എല്ലാറ്റിനും പ്രതികരിക്കുകയും ദേഷ്യം പിടിക്കുമ്പോൾ ഒക്കെ ചെയ്യും. എനിക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും, എത്ര ആൾക്കാർ ഓരോരുത്തരും എന്തൊക്കെ പറയണം, അതിനൊന്നും നമ്മൾ മൈൻഡേ ചെയ്യരുത്. നമ്മളുടെ കാര്യം വേറൊരു വശത്തേക്ക് മാറണം, അല്ലേ? നമ്മുടെ റെസിപ്പി ആയിട്ടാണല്ലോ വന്നിരിക്കണത്. അപ്പോൾ അതിൻ്റെ വർത്തമാനം വേറൊരു തലത്തിലേക്ക് പോകണം. അപ്പോൾ റെസിപ്പി നമുക്ക് വേഗം നമ്മുടെ അടുക്കളയിൽ പോയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അതിനൊന്നും സമയം കളയണ്ട. ഒരു കാര്യത്തിനും നമ്മൾ സമയം വേസ്റ്റാക്കരുത്. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞേട്ടെ. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ തലേ ദിവസം ഉറങ്ങണ സമയത്ത് നമ്മൾ ബെഡ് ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കും നാളെ എന്തൊക്കെ ചെയ്യണം, എത്ര സമയം ഓരോന്നിനു വേണ്ടി ചിലവഴിക്കണം. നമ്മൾ കുറച്ച് തിരക്ക് പിടിച്ച ദിവസങ്ങളിലാണെങ്കിൽ അപ്പം അതിനനുസരിച്ച് ഞാൻ എൻ്റെ മനസ്സിനെ ചിട്ടപ്പെടുത്തും. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താലേ അത്ര സമയത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഇന്ന സമയത്ത് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഒരു സമയവും നമ്മൾ വേസ്റ്റാക്കാതെ എല്ലാം പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ഇപ്പോൾ ഞാൻ നോക്കാറുണ്ട്. അപ്പം നമുക്ക് വേഗം അടുക്കളയിലേക്ക് പോയാലോ? സമയം കളയണ്ടെന്നല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ വേഗം പോയിട്ട് നമ്മളുടെ അടിപൊളി ചക്കക്കുരു കൊണ്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. പണ്ടത്തെ കാലത്തൊന്നും നമ്മുടെ ചക്കയ്ക്ക് യാതൊരു വിലയുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ചക്ക വളരെ പ്രിയപ്പെട്ടതാണ് എല്ലാവർക്കും, അല്ലേ? ചക്കയുടെ ഒരു ഭാഗങ്ങളും കളയില്ല. ചക്കയ്ക്ക് കൂഞ്ഞു മുതൽ ആൾക്കാർ കറി വെക്കുന്നതാണ് പറയണത്. അപ്പം നമുക്ക് ഈ ചക്കക്കുരു ഉപയോഗിച്ചിട്ടേ നല്ലൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയാലോ? നമുക്കുണ്ടാക്കാൻ നോക്കാം. ചക്കക്കുരു കൊണ്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. ചക്കക്കുരു നന്നായി കഴുകിയിട്ട് നൈസായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഒരു സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഒരു 4 അല്ലി, ഉണക്കമുളക്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് വേണം, പിന്നെ വെളിച്ചെണ്ണ. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ കുക്കറിലേക്ക് നമുക്ക് ഈ ചക്കക്കുരു കണ്ടിട്ട് കൊടുക്കാം. ഈ ചക്കയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാലേ അത്ര നല്ലൊരു സാധനമാണ് ചക്ക. പച്ച ചക്ക, ഒരുവിധം ഇളം പഴുപ്പുള്ള ചക്ക ഷുഗർ ഉള്ളവർക്ക് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരു വെച്ചിട്ട് എന്തൊക്കെ തരം കറി വെക്കുക, അല്ലേ? ചക്കക്കുരു, ചെമ്മീൻ, മുരിങ്ങക്കായ ഒക്കെ. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതങ്ങട് വിസിലാക്കാം. രണ്ടായിട്ട് അരിഞ്ഞത് വെച്ചാൽ നമുക്ക് 2-3 വിസിൽ വേണം. അപ്പോൾ വല്ലാതെ അങ്ങനെ കുഴയും. ഇത് നൈസായ കാരണം ഒറ്റ വിസിൽ വേണം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് വെന്തിരിക്കണം കേട്ടോ.
ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനൊരു പാൻ വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഒത്തിട്ട് കൊടുക്കാം. ഒരു ഭാഗത്ത് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ ഭാഗത്ത് കടുക് പൊട്ടിക്കോളും. കരിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ ഒന്ന് അടച്ചു വെക്കാം, അത് പുറത്തേക്ക് പോകണ്ട. നമ്മൾ സവാള ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ചക്കക്കുരു വേവിക്കണതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അത് കാരണം ഇനി മഞ്ഞൾപ്പൊടി ഇടണ്ട, ഈ മുളക് പൊടി മാത്രം മതി കേട്ടോ. നന്നായിട്ട് വെന്തിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ചു മഴക്കാലമായില്ലേ, അപ്പോൾ ചക്കയൊക്കെ മഴ കൊണ്ടിട്ടേ ചക്കക്കുരു വേവില്ല വിചാരിച്ചു. അത് വിചാരിച്ചെങ്കിൽ അതിലത് വെന്ത്. എന്തായാലും ഇത് ടേസ്റ്റ് ഉള്ളൂ, അല്ലെങ്കിൽ കഴിക്കാനൊന്നും പറ്റില്ല. ഇതെല്ലാം മിക്സാക്കാം. നമ്മളുടെ മെഴുക്കുവരട്ടി എന്തായി നമുക്ക് നോക്കാം. ഓ, നല്ല ഡ്രൈ ആയി. അപ്പോൾ ചക്കക്കുരു മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെഴുക്കുവരട്ടിയാണ് ചക്കക്കുരു മെഴുക്കുവരട്ടി. നല്ല വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒന്ന് ചക്കക്കുരു കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് പുതിയ ഒരു വീഡിയോ ആയിട്ട് തന്നെ അടുത്തന്നെ കാണാട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ചക്കക്കുരു മെഴുക്കുവരട്ടി ഇഷ്ടപ്പെട്ടോ? വളരെ എളുപ്പമല്ലേ, സിമ്പിളല്ലേ, ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്തതാണ് ഈ ചക്കക്കുരു അല്ലേ. അപ്പം നമ്മളുടെ ശരീരത്തിന് അതൊരിക്കലും ദോഷം ചെയ്യില്ല, ഗുണമേ ചെയ്യുള്ളൂ. ചക്കയുടെ ഒരു ഭാഗവും നമ്മൾ ഇപ്പോൾ കളയണില്ല അല്ലേ. അതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ കണ്ടുപിടുത്തം. അത്രയും നല്ലതാണ് ചക്ക. ഡയബറ്റീസ് ഉള്ളവർക്ക് ചക്ക നല്ലതാണ്. ഈ ചക്ക എത്ര കാലം ഇപ്പോൾ സൂക്ഷിക്കാൻ പറ്റും എന്നാണ് യൂട്യൂബൊക്കെ കൊണ്ട് തുറന്നു നോക്കിയാൽ എങ്ങനെയൊക്കെ ചക്ക സൂക്ഷിക്കാൻ പറ്റും. ചക്ക ചുള പറിച്ചെടുത്ത് പച്ചച്ചക്ക പഴുത്ത ചക്ക ഒന്നും കേടുവരാതെ നമുക്ക് ഫ്രീസറിൽ വെക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ വെക്കാറില്ല കേട്ടോ, അത് വേറെ കാര്യം. എനിക്ക് പേടിയാണ് വല്ല ഫുഡ് പോയ്സൺ വരുമോ എന്നൊക്കെ. വെക്കണവരുണ്ടാവും, അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷെ ഞാൻ അതൊന്നും സൂക്ഷിക്കാറില്ല. ഓരോ സീസണിൽ കിട്ടണ സീസണൽ ഫ്രൂട്ട്സുകൾ ഞാൻ അപ്പോൾ കഴിക്കും, അല്ലാതെ അതൊന്നും ഒരിക്കലും സൂക്ഷിക്കില്ല. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും അത് കാണണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ നിർബന്ധമൊന്നും പറയില്ല, ഇഷ്ടമുള്ളവർ കാണണം. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.